നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല ടേസ്റ്റും അതുപോലെ തന്നെ വളരെ ഈസി ആയിട്ടുള്ള ഒരു ഫ്രൂട്ട് സാലഡാണ്. അപ്പോൾ അത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പോൾ നമ്മളുടെ ഫ്രൂട്ട് സാലഡ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ആദ്യം ഒരു പാൻ അടുപ്പത്ത് വെക്കുക. then അതിലേക്ക് 2 കപ്പ് നമ്മൾ ചെറുതായി എരിഞ്ഞിട്ടുള്ള പൈനാപ്പിൾ ഇട്ട് കൊടുക്കുക. ഇവിടെ ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് ഒരു വലിയ പൈനാപ്പിളിൻ്റെ നേരെ ഹാഫായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുള്ള പോർഷനാണ്. നെക്സ്റ്റ് ഇതിലേക്ക് നമ്മൾ 1/3 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. അടുത്തതായിട്ട് നമ്മൾ ഇതിലേക്ക് 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മൾ വീട്ടിൽ പെട്ടെന്നൊരു ഗസ്റ്റൊക്കെ വരുന്നുണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു ഫ്രൂട്ട് സാലഡിൻ്റെ റെസിപ്പിയാണ്. അതുപോലെ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണിത്. നമ്മളിത് ഷുഗർ പേഷ്യൻസിനൊന്നും റെക്കമെൻഡ് ചെയ്യില്ല, കാരണം നമ്മളിതിൽ ഷുഗർ യൂസ് ചെയ്യുന്നുണ്ടല്ലോ. അതുപോലെ തന്നെ ഇതിൽ ആകെ കൂടിയിട്ട് ചിലവ് വരുന്നത് കുറച്ച് ഫ്രൂട്ട്സ് ആണ്. പിന്നെ ഐസ്ക്രീം ഇടുന്നത് നമുക്ക് ഓപ്ഷണലാണ്. നെക്സ്റ്റ് നമ്മളിതൊന്ന് ക്ലോസ് ചെയ്തിട്ട് ആ പൈനാപ്പിൾ കംപ്ലീറ്റ് ഒന്ന് കുക്കാവുന്നത് വരെ വേവിച്ചെടുക്കുക. അങ്ങനെ നമ്മളുടെ പൈനാപ്പിൾ ആ ഷുഗർ സിറപ്പിൽ കിടന്നിട്ട് നല്ലോണം വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റവ് ഓഫാക്കി കൊടുത്തിട്ട് ഈ പൈനാപ്പിൾ ഒന്ന് ചൂടാറാൻ വേണ്ടി വെച്ച് കൊടുക്കുക. നെക്സ്റ്റ് നമ്മളുടെ ഫ്രൂട്ട്സ് ഒക്കെ മിക്സ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു വലിയൊരു ബൗൾ എടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ തൊലി കളഞ്ഞ് വെച്ചിട്ടുള്ള മാതള നാരങ്ങ ഇട്ട് കൊടുക്കുക. അവിടെ ഞാൻ ഒരു മാതള നാരങ്ങയാണ് ഇട്ടിട്ടുള്ളത്. അടുത്തതായിട്ട് നമ്മൾ ഇതിലേക്ക് തൊലി കളഞ്ഞ് ചെറുതായി എരിഞ്ഞിട്ടുള്ള ഓറഞ്ച് ഇട്ട് കൊടുക്കുക. ഒരു ഓറഞ്ചാണ് ഇവിടെ ഇട്ടിട്ടുള്ളത്. നെക്സ്റ്റ് നമ്മൾ 2 ആപ്പിൾ തൊലി കളഞ്ഞിട്ട് ചെറുതായി എരിഞ്ഞത് ഇട്ട് കൊടുക്കുക. ഇവിടെ ഞാൻ ഓറഞ്ച് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഓപ്ഷണലാണ്. ഓറഞ്ച് ഇഷ്ടമില്ലാത്തവർ അത് ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. നെക്സ്റ്റ് നമ്മൾ ഇതിലേക്ക് വലിയ 2 മാങ്ങ തൊലി കളഞ്ഞിട്ട് ഇതുപോലെ ചെറുതായി എരിഞ്ഞത് ഇട്ട് കൊടുക്കുക. ഇനി എല്ലാ ഫ്രൂട്ട്സും കൂടിയിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ ഫ്രൂട്ട് സാലഡിൽ ഇതേ സെയിം ഫ്രൂട്ട്സ് തന്നെ ഇടണമെന്ന് യാതൊരു നിർബന്ധമില്ല. എൻ്റെ കയ്യിലുള്ള ഫ്രൂട്ട്സാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഫ്രൂട്ട്സ് വേണമെങ്കിലും ഇട്ട് കൊടുക്കുക. മാക്സിമം ഓറഞ്ച് അധികം ഒന്നും ഇട്ട് കൊടുക്കാതിരിക്കുക. ഇവിടെ ഞാൻ ഒരെണ്ണം ഇട്ട് കൊടുത്തിട്ടുള്ളത് ആ ഒരു പുളിയുടെ കോമ്പിനേഷൻ കറക്റ്റ് ആവാൻ വേണ്ടിയിട്ട്. നെക്സ്റ്റ് നമ്മളതിലേക്ക് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ മധുരം കൂടുതൽ നിൽക്കാതെ ചെറുതായിട്ടൊരു ഉപ്പിൻ്റെ ടേസ്റ്റും കൂടി വരാൻ വേണ്ടിയിട്ടാണ്. ഇനി ഉപ്പ് ഇഷ്ടമില്ലാത്തവർ ഉപ്പ് ചേർത്ത് കൊടുക്കണമെന്ന് ആവശ്യമില്ല കേട്ടോ. നെക്സ്റ്റ് നമുക്ക് ഒരു ഗ്ലാസ് എടുത്തിട്ട് നമ്മളുടെ ഫ്രൂട്ട് സാലഡ് സെറ്റ് ചെയ്ത് കൊടുക്കുക. അതിന് ആദ്യം ഞാൻ കുറച്ച് ചിയാ സീഡ്സ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, കസ്കസ്. അപ്പോൾ അത് നന്നായി കുതിർന്നിട്ടുണ്ട്, അത് ഇട്ട് കൊടുത്തു. നെക്സ്റ്റ് ഇതിൻ്റെ ടോപ്പിലായിട്ട് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ഫ്രൂട്ട്സ് ഇട്ട് കൊടുക്കുക. അടുത്തതായിട്ട് നമ്മൾ ഇതിൻ്റെ ടോപ്പിലായിട്ട് പഞ്ചസാരയും ഷുഗർ സിറപ്പും കൂടിയിട്ടുള്ള മിക്സ്ചർ ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ എന്തോരം മധുരം ആവശ്യമുണ്ടെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് വേണം നമ്മളത് ഒഴിച്ച് കൊടുക്കാൻ. ഇവിടെ ഞാൻ നല്ല ചില്ല് ചെയ്തിട്ടാണ് ഈ പൈനാപ്പിൾ സിറപ്പ് ഒഴിച്ച് കൊടുക്കുന്നത്. ഫൈനലി നമ്മളിതിൻ്റെ ടോപ്പിലായിട്ട് ഏതെങ്കിലും ഫ്ലേവറുള്ള ഐസ്ക്രീം ഇട്ട് കൊടുക്കുക. ഇവിടെ ഞാൻ ബട്ടർ സ്കോച്ചിൻ്റെ ഐസ്ക്രീമാണ് ഇട്ട് കൊടുത്തത്. നെക്സ്റ്റ് അതിൻ്റെ ടോപ്പിൽ ഫോട്ടോ എടുക്കുമ്പോൾ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് കുറച്ച് പൊമഗ്രാനൈറ്റ് ഇട്ട് കൊടുത്തു. അങ്ങനെ നമ്മുടെ ഫ്രൂട്ട് സാലഡ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ഈസി ആയിട്ടുള്ള ഒരു ഫ്രൂട്ട് സാലഡാണ്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ പറയാനുണ്ടെങ്കിൽ ഈ വീഡിയോൻ്റെ കമൻറ്റ് സെക്ഷനിൽ അതിൻ്റെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു. നെക്സ്റ്റ് ഞാൻ എപ്പോഴും പറയുന്നത് പോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക.